എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അതിനായി എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം ഗ്രീൻ പീസ്, ഒരു സവോള മീഡിയം സൈസ്, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 6 കഷ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം, മീഡിയം സൈസ് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, കൂടാതെ ചിരണ്ടിയ അരമുറി തേങ്ങ. ഇതെല്ലാം ചേർത്ത് ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 2 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത 250 ഗ്രാം ഗ്രീൻ പീസാണ് ഞാനതിലിട്ടിരിക്കുന്നത്. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഇളക്കി ഇതിലേക്ക് നെടുകെ കീറിയ 3 പച്ചമുളക് ഇത് ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ അടിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കേണ്ടതിനായി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തരിയില്ലാത്ത രീതിയിൽ അരച്ച് മാറ്റി വയ്ക്കാം. കറി വയ്ക്കേണ്ടതിനായി ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചതായ സവോള, മീഡിയം സൈസ് ഒരു സവോള നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നു, അതുകൂടെ ചേർത്ത് നമ്മളത് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, അതും ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതായ മീഡിയം സൈസ് ഒരു തക്കാളിയുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് വേകുവാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി വേകേണ്ടതിനായി മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അത് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്നതായ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി തിളച്ച് വരുന്നതുവരെ മൂടി വയ്ക്കുക. നന്നായി തിളഞ്ഞിട്ടുണ്ട് ഇവിടെ. അതൊന്നുകൂടെ ഒന്ന് തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്നതായ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കരിയാപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഉണ്ടോ എന്ന് നോക്കി അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. നമുക്കിവിടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ബ്രെഡിൻ്റെ കൂടെയും പാലപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട് എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.